നമുക്ക് ബോളി ഉണ്ടാക്കാം. 1 കപ്പ് കടലപ്പരിപ്പ് നല്ലതായിട്ട് കഴുകി നിറയെ വെള്ളം ഒഴിച്ച് 3 വിസിൽ കേൾപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ അരിച്ച് ഒരു അരിപ്പയിലിട്ട് 10 മിനിറ്റ് ചൂടാറാൻ വെക്കണം. വെന്തുടഞ്ഞു പോവല്. അതിനുശേഷം നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഇതിനെ ഒരു പാനിലിട്ടിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് പഞ്ചസാര. ഞാനിപ്പോ ഈ പഞ്ചസാര ഇതിലോട്ട് ഡയറക്റ്റ് ഇടാത്ത എന്താന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ നമുക്ക് ജാതിക്ക പൊടി ചേർക്കണം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഫുൾ ജാതിക്ക ഇരിക്കുന്നത്, അതിന്റെ പകുതി ഈ പഞ്ചസാരയുടെ കൂടെ മിക്സിയിലിട്ട് പൊടിച്ച് അതിലോട്ട് ചേർക്കാം. അല്ലെങ്കിൽ ജാതിക്ക തന്നെ പൊടിച്ച ഫൈൻ പൗഡർ ആവില്ല, അങ്ങനെ തന്നെ പൊടിച്ച് കിട്ടണം. അല്ലെങ്കിൽ ബോളി പരത്തുമ്പോൾ മുറിഞ്ഞു പോകും. എന്നിട്ട് ആ പഞ്ചസാരയും ആ ജാതിക്കയുടെ പൊടിയും കൂടെ ഇതിലിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യിക്കണം. ഇതുപോലെ ലൂസായി വരും. ലൂസായി വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുക. കേസരി കളറാണ്. അത് ചേർത്ത ശേഷം ഇത് പെർമിറ്റഡ് ഫുഡ് കളറാണ്, അപ്പൊ വലിയ ദോഷമൊന്നുമില്ല, ഒരു ശകലം ചേർക്കുക. ലാസ്റ്റ് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കണം. എന്നിട്ട് ഒരുപാട് ഡ്രൈ ആകരുത്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിന്റെ ചൂടാറണം. ചൂടാറിയ ശേഷം നമുക്കിതിനെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കണം. ഒരു കടലപ്പരിപ്പിന്റെ തരി പോലും കാണരുത്. അത് മാറ്റി വയ്ക്കുക. അടുത്തത് 1 കപ്പ് കടലപ്പരിപ്പിന് 1/4 കപ്പ് മൈദ മാവ് എടുക്കണം. അതിലും ഞാൻ ഒരു ശക്കലം കേസരി കളർ ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ചപ്പാത്തിയേക്കാളും ഒരു ശക്കല ലൂസ്, ചപ്പാത്തി പരുവായാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പരത്തി എടുത്തിട്ട് കുഴച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഇങ്ങനെ അതിനെ കുതിരാൻ വയ്ക്കണം. പദം വരിക, സോഫ്റ്റ് ആകുക എന്നൊക്കെ പറയുകയല്ലേ, അതുപോലെ ഇതിന് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ കടലപ്പരിപ്പ് എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് ആ ബോൾ, കടലപ്പരിപ്പിന്റെ ആ ബോളിനേക്കാളും കുറച്ച് വലിപ്പം കുറഞ്ഞ രീതിയിൽ ഈ മൈദ കോട്ടിങ് എടുത്ത് അതിനുള്ളിലോട്ട് ഈ കടലപ്പരിപ്പിന്റെ ബോള് വെച്ച് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്യണം. ഒരു ശക്കലം പോലും കടലപ്പരിപ്പ് വെളിയിലും വരരുത്. ഇങ്ങനെ മാവ് ഇത് ഫുള്ള് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിനെ പരത്തിയെടുക്കാൻ. എക്സസ് ആയിട്ട് മാവ് വരുവാണെങ്കിൽ അതിനെ മേൽഭാഗം ഉരുട്ടി അങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി. എന്നിട്ട് അരിപ്പൊടി, നല്ല നൈസ് അരിപ്പൊടിയിൽ ഇങ്ങനെ ഒപ്പണം. ഒപ്പിയ ശേഷം നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് ബലം എടുത്ത് പരത്തരുത്, പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പരത്തി നമുക്ക് ചപ്പാത്തി കല്ലിൽ ഇതേപോലെ ചുട്ടെടുക്കണം. ഈ ബോളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് കൂടുതൽ തേക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തു അല്ലല്ലോ. വല്ലപ്പോഴും കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റി കഴിക്കണം. ഒരു സൈഡ് മറിച്ചിട്ട് അവിടെ നെയ്യ് തൂത്ത് അപ്പുറത്തെ സൈഡിൽ ഒന്ന് മറിച്ച് ഇങ്ങനെ പകുതി മടക്കി അകത്തോട്ട് വയ്ക്കണം. ബോളി ശരിക്കും നമ്മൾ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോണം എന്നാണ് കഴിക്കുമ്പോൾ. അതാണ് അതിന്റെ യഥാർത്ഥ ഒരു ഭംഗി. നമുക്കിനി കഴിക്കാം.